നമസ്കാരം. ഇന്നത്തെ വീഡിയോ LP, UP അധ്യാപകരുടെ ഇപ്പോഴത്തെ ശമ്പളം, അത് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് എത്ര കയ്യിൽ കിട്ടും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാലങ്ങളായിട്ട് ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ഈ ജീവനക്കാരുടെ അധ്യാപകരുടെ സാലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോ ഈ 2026 ഓഗസ്റ്റ് മാസത്തെ കണക്കനുസരിച്ച് എന്താണ് നിലവിലുള്ള ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ശമ്പളം എന്നൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. നേരെ കടക്കാം. ഈ LP, UP ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത് LP സ്കൂൾ ടീച്ചർ ആയാലും ശരി, UP സ്കൂൾ ടീച്ചർ ആയാലും ശരി, രണ്ടുപേരുടെയും സ്കെയിൽ ഓഫ് പേ ഒന്ന് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ ഇവിടെ LP, UP ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ, നിലവിലുള്ള സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,600, 75,400. അതാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. 35,600, 75,400 സ്കെയിൽ ഓഫ് പേ. ഈ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ UDCക്ക് തുല്യമാണ്. LDC കഴിഞ്ഞാൽ LDCയുടെ പ്രൊമോഷൻ പോസ്റ്റാണ് UDC. UDCക്ക് തുല്യമാണ് ഈ LP, UP അധ്യാപകരുടെ തുടക്ക സ്കെയിൽ ഓഫ് പേ എന്ന് നമ്മൾ പറയും. പക്ഷേ അവരുടെ ബേസിക് പേ തുല്യമാകണമെന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ സ്കെയിൽ ഓഫ് പേ ഇതാണ് തുല്യമാണെന്ന് പറഞ്ഞാലും ഇവർ തമ്മിൽ ബേസിക് പേയിൽ തുല്യമാവണമെന്ന് ഇല്ല. അതാണ് സത്യം. ഇനി നമ്മൾ ഇവിടെ സാലറിയിലേക്ക് പോവുക. ഇപ്പൊ ഏതൊരു അധ്യാപകർക്ക്, ഇപ്പം ജീവനക്കാരുടെ വിട്, അധ്യാപകരെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പറയാം. LP, UP അധ്യാപകര് ഇപ്പൊ പണ്ട് കാലത്ത് ഈ LP, UP അധ്യാപകരെ PD ടീച്ചർ എന്ന് പറയുന്ന, പ്രൈമറി ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് ഇപ്പോ മാറി LPST എന്നും UPST എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് മാറിയിട്ടുണ്ട്. LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ. അവരുടെ യോഗ്യതയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ LP സ്കൂൾ ടീച്ചറായിട്ട് LP സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും DLED കോഴ്സ് ഉണ്ടായിരിക്കണം. DLED കോഴ്സ് ഉള്ളവർക്ക് മാത്രമേ LPയിൽ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഏതൊരാൾക്കും കിട്ടുന്ന ശമ്പളം, സർക്കാർ ശമ്പളം എന്ന് പറയുന്നത്, അതിൽ ബേസിക് പേ ഉണ്ടാവും. ബേസിക് പേ എന്ന് പറയുന്നത് എപ്പോഴും, ഞാനിപ്പോ ഇവിടെ പറയുന്നത് ഒരു തുടക്കക്കാരൻ, അതായത് ഒരു തുടക്കത്തിൽ ഒരാൾ സർവീസിൽ കയറി അയാൾക്ക് ഒരു വർഷത്തിനുള്ളിൽ കിട്ടുന്ന സാലറി ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ശമ്പളം ഉണ്ടാവും. അതാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ആ ബേസിക് പേ സ്കെയിലിന്റെ തുടക്കമായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള 35,600 എന്ന് പറയുന്നത്. അപ്പോ ഒരു LP, UP സ്കൂൾ ടീച്ചറിന്റെ തുടക്കത്തിൽ 35,600 രൂപയാണ് അവരുടെ ബേസിക് പേ. ഇനി ഇതിനോടൊപ്പം DA ഉണ്ട്, അഥവാ ക്ഷാമബത്ത കൂട്ടും. ക്ഷാമബത്ത എന്ന് പറയുന്നത് നിലവിൽ, ആ ക്ഷാമബത്ത ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. നിലവിൽ അത് ഈ ബേസിക് പേയുടെ 35%. അപ്പോ 35,600ന്റെ 35% എന്ന് പറയുന്നത് 12,460 രൂപയാണ്. അപ്പോ നമ്മൾ DA 35%, 12,460. ഇനി വരുന്നത് HRA ആണ്, അഥവാ വീട്ടുവാടക. വീട്ടുവാടക എന്ന് പറയുന്നത് ബേസിക് പേയുടെ ശതമാനമാണ്. ഇവിടെ ബേസിക് പേയുടെ 4% ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1,424 രൂപ ഇവിടെ വീട്ടുവാടകയായിട്ടും ലഭിക്കും. ഈ വീട്ടുവാടക എന്ന് പറയുന്നത്, ഇപ്പൊ ഈ സ്കൂൾ ടീച്ചർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ആ ടീച്ചർക്ക് കിട്ടുന്ന വീട്ടുവാടക ബേസിക് പേയുടെ 4% എന്നാൽ ഇതൊരു മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് മാനദണ്ഡം. ജോലി ചെയ്യുന്ന സ്ഥാപനം ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ അവിടെ HRA 6% കിട്ടും. എന്നാൽ ജോലി ചെയ്യുന്ന സ്ഥാപനം, സ്കൂള്, നമ്മൾ ഈ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 8%, ബേസിക് പേയുടെ 8% വീട്ടുവാടകയായിട്ട് കിട്ടും. എന്നാൽ ഈ സ്കൂള് ഒരു കോർപ്പറേഷനിലാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 10% കിട്ടും.
ഇപ്പൊ ഇവിടെ അടിസ്ഥാന ശമ്പളം ഇവിടെ ഈ സ്കൂൾ ഇതിപ്പോ 4% ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ ഒരു കോർപ്പറേഷനിലാണെങ്കിൽ HRA എന്ന് പറയുന്നത് വീട്ടുവാടക എന്ന് പറയുന്നത് 3560 രൂപ കിട്ടും. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു മാറ്റം. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് സാധാരണഗതിയിൽ ഒരു സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത്. അതായത് ബേസിക് പേ കൂട്ടണം ക്ഷാമബത്ത DA കൂട്ടണം HRA വീട്ടുവാടക. പേ DA HRA. DA എന്ന് പറയുന്നത് ക്ഷാമബത്തയാണ്. ഇത് മൂന്നും കൂടി കൂട്ടിക്കിട്ടുന്ന തുകയാണ് നമുക്ക് ആകെ നമ്മളുടെ ശമ്പളം ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അത് 49,484 രൂപ വരും ഗ്രോസ് സാലറി. ഇവിടെ ചില പ്രത്യേക അലവൻസുകളും പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹിൽ ട്രാക്ക് അലവൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇടുക്കിയും വയനാടും പോലെയുള്ള മലമ്പ്രദേശങ്ങളിൽ ഹിൽ ട്രാക്ക് ആയിട്ട് പ്രഖ്യാപിച്ചുള്ള ചില പ്രത്യേക ഏരിയകളുണ്ട്. അവിടെ ഹിൽ ട്രാക്ക് അലവൻസ് വേറെ കിട്ടും. നമ്മൾ അത് ഇതിനകത്ത് പെടുത്തുന്നില്ല, കാരണം ഇത് പൊതുവായിട്ടുള്ള ഒരു കാറ്റഗറിയുടെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോ ഇതാണ് ആകെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നിർബന്ധമായിട്ടും പിടിക്കേണ്ട ചില, അതായത് ഡിഡക്റ്റ് ചെയ്യേണ്ട, കുറവ് ചെയ്യേണ്ട കുറെ സംഗതികളുണ്ട്. അതാണ് ഞാൻ ഈ വലതുഭാഗത്ത് കാണിക്കുന്നത്. അത് ഓരോന്നിനെ പറ്റി നമ്മൾ ഇനി പറയും. അപ്പൊ ഇനി അത് ഒന്ന് പ്രോവിഡന്റ് ഫണ്ടാണ്. ഈ പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ടീച്ചേഴ്സിനായാലും എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിനായാലും പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്. ഒന്നിന് ജനറൽ പ്രോവിഡന്റ് ഫണ്ട് എന്നും മറ്റതിന് കേരള സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് എന്നും പറയും. KSEPF എന്ന് പറയും. അപ്പൊ ഈ PFല് പ്രോവിഡന്റ് ഫണ്ടില് നിർബന്ധമായിട്ടും അടിസ്ഥാന ശമ്പളത്തിന്റെ ബേസിക് പേയുടെ 6% നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതുണ്ട്, മിനിമം. അപ്പോ 35,600 രൂപയുടെ 6%, അതായത് 2,136 രൂപ അടയ്ക്കണം. ഇത് നമുക്ക് ഈ PF എന്ന് പറയുന്നത് മിനിമം ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ട് എല്ലാത്തിലും മിനിമം ആണ് എഴുതിയിട്ടുള്ളൂ. അതില് നമുക്ക് 3,000 വേണമെങ്കിൽ അടയ്ക്കാം, 4,000 അടയ്ക്കാം, 5,000 വേണമെങ്കിൽ അടയ്ക്കാം. നമുക്ക് 10,000 രൂപ PFൽ ഇടണമെങ്കിലും ഇടാവുന്നതാണ്. അപ്പോ അങ്ങനെ ഇട്ട്, അതാണ് പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റി പറയാനുള്ളത്. ഇതിൽ ഏകദേശം നമ്മൾ ഈ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ടിന് അത് നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഡിഡക്ട് ചെയ്യാം. നമ്മൾ മിനിമം നിർബന്ധമാണ്, അതിനാരുടെ ആവശ്യം വേണ്ട. 2,136 രൂപ ഈ LP UPക്ക് കുറയ്ക്കാൻ അത് ഡിഡക്ട് ചെയ്യാൻ വേണ്ടി ആരും പറയേണ്ട ആവശ്യമില്ല, നിർബന്ധം. എന്നാൽ അതിന് പകരം നമുക്ക് 5,000 രൂപ ഡിപ്പോസിറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അവിടെ 5,000 രൂപ ഡിഡക്ട് ചെയ്യും. 10,000 താല്പര്യമെങ്കിൽ നമുക്ക് 10,000 രൂപ ഡിഡക്ട് ചെയ്യും. ഇങ്ങനെ ഡിഡക്ട് ചെയ്ത് അപ്പോ നമുക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നമ്മളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും, നമ്മളുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. അതിന് നമ്മൾ മുൻകൂട്ടി അപേക്ഷിച്ച് ആ അക്കൗണ്ട് നമ്പർ കിട്ടിയതിന് ശേഷമാണ് നമ്മളുടെ ഡിഡക്ഷൻസ് തുടങ്ങുക. ആ അക്കൗണ്ട് നമ്പർ ഉള്ള ആ അക്കൗണ്ടിലേക്കാണ് നമ്മളുടെ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന സംഖ്യകളൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഏകദേശം 8% പലിശയും തരും. 8% പലിശ എന്ന് പറഞ്ഞാൽ അത് ചെറിയ വേരിയേഷൻസ് ഓരോ കൊല്ലങ്ങളിൽ വരാം. അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറയുന്നത്. ഈ 8%ത്തിന്റെ ചുറ്റിലുമാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഈ പ്രോവിഡന്റ് ഫണ്ടിൽ ഇടുന്ന പലിശ സംഖ്യയുടെ പലിശ ആ 8% ആണെങ്കിൽ 8% ഓരോ വർഷവും മുതലിനോടൊപ്പം കൂട്ടും. അപ്പൊ മുതലിനോടൊപ്പം ഓരോ പലിശയും ഓരോ വർഷവും കൂട്ടുമ്പോൾ അടുത്ത വർഷം പലിശയ്ക്ക് പലിശയാണ് വരുന്നത്. ശരിക്കും അങ്ങനെ നമ്മൾ കാണേണ്ടിയിരിക്കും. അതായത് നമ്മൾ ഇത് ഒരു ഡിപ്പോസിറ്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയായിട്ട് നമുക്ക് തുടങ്ങാമെങ്കിൽ ഏകദേശം നമ്മൾ പിന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ചെയ്യും പോലെ നമ്മൾ ഇത് കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട്. ഓരോ വർഷവും ക്യുമുലേഷൻ നടക്കുന്നുണ്ട്, കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട്. അപ്പോ മുതലിന്റെ കൂട്ടത്തിൽ ഈ പലിശ ചേർക്കും. അടുത്ത കൊല്ലം ആ പൈസക്കാണ് നമ്മൾ പലിശ വീണ്ടും വീണ്ടും കണക്ക് കൂട്ടുന്നത്. അതിന്റെ അടുത്ത കൊല്ലം അന്നേരം ഉണ്ടാവുന്ന പലിശ വീണ്ടും മുതലിനോടൊപ്പം ചേർക്കും, വീണ്ടും അതിന് പലിശ കൂട്ടും. ഈ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോ ഈ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ മറ്റു സവിശേഷതകളാണ് ഞാൻ പറയുന്നത്. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന്
6 മാസം കൂടുമ്പോൾ നമുക്ക് ലോണ് അഥവാ അഡ്വാൻസ് എടുക്കാവുന്നതാണ്. ഈ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ മുൻകൂർ തരികയാണ്, അത് തിരിച്ചടയ്ക്കേണ്ടതാണ്. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ, അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചടയ്ക്കണം. തിരിച്ചടയ്ക്കണം എന്ന് പറയുമ്പോൾ അത് ആ സംഖ്യ പരമാവധി 36 തവണയ്ക്കുള്ളിൽ തിരിച്ചടയ്ക്കണം. ഒരു മാസം ഒരു തവണ വെച്ച് 36 മാസങ്ങൾക്കുള്ളിലാണ് ഒരു അഡ്വാൻസ് എടുത്താൽ തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷെ ആ 36 തവണയ്ക്കുള്ളിൽ 15 മാസം ആകുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ലോൺ എടുക്കാം. അങ്ങനെ തരുതരാ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോവിഡന്റ് ഫണ്ടിലെ ക്യാഷ് കുറഞ്ഞു വരും. നമ്മൾ അടയ്ക്കേണ്ട തുക കൂടി വരും. അതിന്റെ ഫലമായിട്ട് നമ്മളെ നെറ്റ് സാലറി, ബാക്കി കയ്യിൽ കിട്ടുന്ന സംഖ്യ കൂടി വരികയും ചെയ്യും. കുറഞ്ഞു വരികയും ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോ നമുക്ക് ഇത് കൂടാതെ ഈ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് 10 വർഷം സർവീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത അഡ്വാൻസ് എടുക്കാം, ലോൺ ആയിട്ട് എടുക്കാം, നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. ഇത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് മുഴുവനും ഈ മുതലും പലിശയും അതുവരെ ക്യുമുലേറ്റ് ചെയ്ത കോമ്പൗണ്ട് ചെയ്ത പലിശയും മുതലും അടക്കം നമുക്ക് ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു നിക്ഷേപമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ നല്ല ഒരു സംഖ്യ. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാൾ ഇപ്പോ റിട്ടയർ ആയ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു PF. റിട്ടയർ ആയപ്പോ അദ്ദേഹം ലോൺ എടുത്തിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴോ 1-2 തവണ എടുത്തെങ്കിലും അദ്ദേഹം ആ പണം ഒക്കെ വീണ്ടും തിരിച്ചടച്ചു. അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു ലോണും എടുക്കില്ല, എല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റിലെ ഡിപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കി. പിരിയുന്ന സമയത്ത് പ്രോവിഡന്റ് ഫണ്ട് മാത്രം അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ കാണാൻ പറ്റും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ഡിപ്പോസിറ്റ് ആയിട്ട് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ഈ പ്രോവിഡന്റ് ഫണ്ടിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നതാണ് സത്യം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രോവിഡന്റ് ഫണ്ട് തുക എന്ന് പറയുന്നത് ഏറ്റവും മിനിമമാണ്, 6% ഓഫ് ദി ബേസിക് പേ ആണ്. ഇനി രണ്ടാമത്തത് SLI ആണ്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോവിഡന്റ് ഫണ്ട്, SLI, ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസപ്പ്, നാഷണൽ പെൻഷൻ സ്കീം, ഇത്രയും സംഭവങ്ങൾ നിർബന്ധമാണ്. കമ്പൽസറി ഡിഡക്ഷൻസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഈ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ ചേരണമെന്ന് നിർബന്ധമാണ്. ഈ 5 എണ്ണം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ സർവീസിൽ. നമ്മളൊരാള് സർവീസിൽ കയറി പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടായി, പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 2ാമത്തെ വർഷമാണ്. നമ്മൾ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ 1 വർഷം കഴിയുമ്പോഴാണ് പ്രൊബേഷൻ. അപ്പൊ ആ പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, മെഡിസപ്പിൽ നമ്മളെ മെമ്പർ ആയിരിക്കണം, NPS നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ചേർന്നാൽ മാത്രമേ നമ്മുടെ പ്രൊബേഷൻ അടക്കം റിട്ടയർ ചെയ്യുള്ളൂ. അപ്പൊ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ രണ്ടാമത് പറയാനുള്ളത്. അത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ഇവിടെ നമ്മൾ ഈ ഒരു ബേസിക് പേയിലുള്ളവർക്ക് 800 രൂപയാണ് പിടിക്കുന്നത്. അതെങ്ങനെ കണക്കൂട്ടുക എന്ന് പറഞ്ഞാല്, ബേസിക് പേ പ്ലസ് DA, പേയും DAയും കൂട്ടിക്കിട്ടുന്ന സംഖ്യയുടെ 1.5% കണ്ട് അത് അടുത്ത 100ന് റൗണ്ട് ചെയ്യും. അങ്ങനെയാകുമ്പോൾ 800 കിട്ടും ഇവിടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ കൂടുതൽ നമുക്ക് SLIയിലേക്ക് അടയ്ക്കാം. ഇതൊരു പോളിസിയാണ്. 1000 രൂപ വേണമെങ്കിൽ അടയ്ക്കാം. അപ്പൊ ബേസിക് പേ കൂടുന്നതിനനുസരിച്ച് ഈ പോളിസി എമൗണ്ട് കൂട്ടേണ്ടതായിട്ട് വരും, ഇത് കമ്പൽസറി ആയതുകൊണ്ട്. അപ്പൊ നേരത്തെ ഒരു 900 1000 ഒക്കെ അടച്ചിട്ടാല് ഒരു 5-8 കൊല്ലത്തേക്കൊന്നും പിന്നെ അതിൽ, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അഡീഷണൽ പോളിസി എടുക്കേണ്ടി വരും. ഇത്ര ശതമാനം നിർബന്ധമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിൽ നമുക്ക് ഒരു പോളിസി നമ്പർ ഉണ്ടാവും. സാധാരണ LIC പോലെ തന്നെ പോളിസി നമ്പർ ഉണ്ടാവും. പിന്നെ ഒരു പാസ്ബുക്കും തരും, പോളിസി നമ്പറും പാസ്ബുക്കും തരും. നമ്മൾ അടയ്ക്കുന്ന തുക പാസ്ബുക്കിൽ ചേർത്ത് നമ്മുടെ ഹെഡിനെ കൊണ്ട് ഒപ്പിടിച്ചു വെക്കണം. പിന്നെ ഒരു പോളിസി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നമ്മൾ അവസാനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോളിസി സർട്ടിഫിക്കറ്റും പാസ്ബുക്കും ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒരു പോളിസി അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിത് അപേക്ഷിച്ചിട്ടാണ് നമുക്ക് ഈ പോളിസി നമ്പർ അനുവദിച്ച് ആ നമ്പറിലേക്കാണ് നമ്മളുടെ പണമൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നത്. സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ചില അഡീഷണൽ ബോണസ് ഒക്കെ വരുന്ന ഒരു സ്കീമാണ് SLI. എന്ത് തന്നെയായാലും അതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കേട്ടോ. ഈ SLI എങ്ങനെയുണ്ട് സാറേ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ടൊന്നും ഞാൻ SLI പ്രപ്പോസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. അത്
അങ്ങനെ അനാവശ്യമായിട്ട് ഒരു മിനിമം തുകയൊക്കെ എല്ലാവരും ഇട്ടാൽ മതി. ഒരല്പം കൂടുതൽ ഇടാം. അല്ലാതെ ഇതൊരു നിക്ഷേപ പദ്ധതിയായിട്ട് നമ്മൾ പിന്നെ SLA കാണേണ്ടതില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് അത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് ഓപ്ഷൻസ് നമ്മൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് തിരിയേണ്ട. നമ്മൾ മിനിമത്തിലൊക്കെ അങ്ങ് പോയാൽ മതി. അടുത്തത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സെക്യൂർ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഈ ജീവനക്കാരന്, ഈ അധ്യാപകന് അല്ല അധ്യാപികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് ഒരു ആശ്വാസം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു മുൻപോട്ടുള്ള പോക്കിന് സഹായകരമാകുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. പക്ക ലൈഫ് സെക്യൂർ ആവാൻ വേണ്ടി ഒരു ഇൻഷുറൻസ്. അതൊരു ടേം ഇൻഷുറൻസിന്റെ ഒക്കെ സ്വഭാവം ഇതിനുണ്ട് എങ്കിൽ പോലും ടേം ഇൻഷുറൻസ് പോലെയുള്ള ഒരു രീതിയാണ് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിന്. ഇതൊരു ലാഭം കിട്ടുന്ന ഒരു സാധനമല്ല ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. എന്താ ടേം ഇൻഷുറൻസ്? നമ്മൾ പണം അടയ്ക്കുക, നമ്മൾ മരണപ്പെട്ടാൽ മാത്രമാണ് മെച്ചം കിട്ടുക. ഇപ്പൊ 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് അവൈലബിളാണ്. 1 കോടി രൂപയുടെ. അപ്പൊ അത് ഏകദേശം മന്ത്ലി ഇതുപോലുള്ള ഒരു എമൗണ്ട് മാത്രമേ മന്ത്ലി അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഒരു വർഷം ഒരു 20,000 25,000 ഒക്കെ അടച്ചാൽ നമുക്ക് ലോങ് ആയിട്ട് അടച്ചു കൊണ്ടുപോയാൽ 1 കോടി, 1.5 കോടി, 2 കോടി ഒക്കെ കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ടേം ഇൻഷുറൻസിൽ അടയ്ക്കുന്ന പണം ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലെ വലിയൊരു എമൗണ്ട് നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് കിട്ടുകയും ചെയ്യും. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ട്. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അടച്ച പണം നമ്മൾ സർവീസ് തീരുന്നത് വരെ നമുക്കൊന്നും സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് അടച്ച പണം തിരികെ കിട്ടും. അതാണ് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം. മറ്റൊന്ന് പിന്നെ ഇതിലുള്ള ഏകദേശം ഇപ്പൊ 800 രൂപ നമ്മൾ അടച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് 16 ലക്ഷം രൂപയും കിട്ടും. പിന്നെ അതുവരെ അടച്ച പണവും കിട്ടും. ഇനി നമ്മൾ ഈ 800-ന് പകരം നമുക്ക് 1600 രൂപ വരെ വേണമെങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് GISലേക്ക്. 1600 രൂപയാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ജീവനക്കാരൻ, ഈ അധ്യാപകൻ ഇല്ലാതായാൽ അവർക്ക് 32 ലക്ഷം രൂപ കിട്ടുമെന്നതാണ് സത്യം. 32 ലക്ഷം രൂപ. പിന്നെ നമ്മൾ അടച്ച പണവും കിട്ടും. അത്തരത്തില് നമ്മൾ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസും അതൊരു, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. അതിലും ഒരു ലാഭം കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിന് ഒരാശ്വാസം തരുന്ന, നമ്മൾ ആരും ഇല്ലാതാവുമെന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, എന്നാൽ പോലും അതിന്റെ രീതി അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ റിട്ടയർ ആയി കഴിയുമ്പോൾ ഈ അടച്ച തുക നമുക്ക് തിരികെ കിട്ടും. അപ്പൊ ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് മെഡിസപ്പ് ആണ്. മെഡിസപ്പ് നമുക്കറിയാം, സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, അത് പെൻഷനർ ആയാലും സർവീസിൽ ഇരിക്കുന്നവരായാലും സീനിയർ ആയാലും ജൂനിയർ ആയാലും എല്ലാവർക്കും 687 രൂപയാണ് ഒരു മാസം പിടിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇപ്പൊ സർവീസിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും എന്തുണ്ട്, ഈ മെഡിസെപ്പിന്റെ ആനുകൂല്യം ലഭിക്കും. ചില പ്രത്യേക എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളിൽ പ്രത്യേക ചികിത്സ നമുക്ക് അനുവദിക്കും. ഒരു വർഷം 5 ലക്ഷം രൂപയുടെ പരമാവധി 5 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് നമുക്ക് മെഡിസെപ്പിലൂടെ ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഖ്യ പിടിക്കുന്നത്. അത് നമുക്കറിയാം, അതും നിർബന്ധമാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമ്മളുടെ NPS ആണ്, നാഷണൽ പെൻഷൻ സ്കീം. നാഷണൽ പെൻഷൻ സ്കീം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ജീവനക്കാരൻ സർവീസിൽ നിന്ന്, അതായത് NPSലുള്ള 2012 ശേഷം സർവീസിൽ കയറുന്ന എല്ലാ ജീവനക്കാരും റിട്ടയർ ചെയ്യുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഈ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ പെൻഷൻ തരാൻ, ഇപ്പോഴത്തെ 2012 മുമ്പ് കയറിയവർക്ക് കിട്ടുന്ന പെൻഷൻ രീതി അല്ല അതിനുശേഷം സർവീസിൽ കയറിയവർക്ക്. ആ പെൻഷൻ എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ, ഈ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരെല്ലാവരും തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻകാരാണ്. എന്താ കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ അർത്ഥം? കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ജീവനക്കാരൻ ഒരു കോൺട്രിബ്യൂഷൻ നടത്തും. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്
പേ പ്ലസ് ഡി എയുടെ ബേസിക് പേയും ഡി എയും കൂട്ടിയ സംഖ്യയുടെ 10%. അത്രയും സംഖ്യ തന്നെ ഈ ജീവനക്കാരൻ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുവോ അത്രയും തന്നെ നമ്മുടെ സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ ജീവനക്കാരൻ ഇവിടെ അത് കറക്റ്റ് അതിൽ കൂടുതൽ പിടിക്കാറില്ല, ഇത് മാത്രമേ 10%. ബേസിക് പേ പ്ലസ് ഡി എയുടെ 10%മാണ് പിടിക്കുക. സർക്കാരും അത്ര തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്, ജീവനക്കാരന് വേണ്ടി. അപ്പോ ഇവിടെ കാണുന്ന ഈ 35,600 ബേസിക് പേയും 12,460 കൂട്ടി കിട്ടുന്ന സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 4,806 രൂപയാണ്. ഈ 4,806 രൂപ ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന്, സാലറിയിൽ നിന്ന് പിടിച്ച് നാഷണൽ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കും. അപ്പൊ ഈ 4,806 രൂപ ജീവനക്കാരൻ അടയ്ക്കും, അത്രയും തുക തന്നെ സർക്കാരും അടയ്ക്കും. അപ്പൊ നമ്മൾ നോക്കണം, ഏകദേശം 9,600 ചില്ലറ രൂപ ഒരു മാസം പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഒരു ജീവനക്കാരനും ഗവൺമെന്റും കൂടി നാഷണൽ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഈ ബേസിക് പേ ഉള്ളു കേട്ടോ. ബേസിക് പേ മാറുമ്പോൾ ഇവരുടെ സംഖ്യ ഒക്കെ മാറും. ബേസിക് പേ കുറഞ്ഞാൽ കുറച്ചുകൂടി കുറയും. ബേസിക് പേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ NPS അടയ്ക്കുന്ന തുക മാറിക്കൊണ്ടിരിക്കും. എപ്പോൾ ജീവനക്കാരൻ എത്ര അടയ്ക്കുന്നുവോ അത്ര തന്നെയാണ് സർക്കാരും അടയ്ക്കുന്നത്. അപ്പൊ ഈ ഗ്രോസ് പറഞ്ഞ 49,484 പുറമെ സർക്കാർ ഒരു 4,806 രൂപ കൂടി പെൻഷൻ കിട്ടാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് അടയ്ക്കുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു LP UP അധ്യാപകരുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ആ സർക്കാർ NPS കൂടി അടയ്ക്കുന്നത് കൂട്ടിയാല് 54,290 രൂപ വരുന്നുണ്ട്. പക്ഷെ അത് കയ്യിലേക്ക് വരില്ല, പെൻഷൻ സ്കീമിലേക്ക് ആണ് അടയ്ക്കുന്നത്. മാത്രമല്ല ഭാവിയിൽ അവർക്ക് ഇപ്പോ കാലത്ത് കിട്ടുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല ലഭിക്കുന്നത്, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അപ്പൊ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നമ്മൾ നിക്ഷേപിക്കുന്ന NPS ഇടുന്ന പണം, ആ പണം കൈകാര്യം ചെയ്യുന്നത് അവിടെ ഫണ്ട് മാനേജർമാരാണ്. ഈ ഫണ്ട് മാനേജർമാര് നമ്മൾ ഈ ഫണ്ടിലുള്ള ഓരോ വ്യക്തിക്കും നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു ഭാഗം മണി മാർക്കറ്റില്, ഫിനാൻഷ്യൽ മാർക്കറ്റില് നിക്ഷേപിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഇതും ഈ ഒരു സംഖ്യയും കുറെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ക്യുമുലേഷൻ, ഒരു കോമ്പൗണ്ടിങ് ഈ NPS നടക്കുന്നുണ്ട്. അതിനുശേഷം ആ NPS റിട്ടയർ ആവുമ്പോൾ ഒരു നിശ്ചിത ശതമാനം തുക നമുക്ക് ബൾക്കായിട്ട് തരും. ബാക്കി തുക ഉപയോഗിച്ച് റിട്ടയർമെന്റിന് ശേഷം ഈ ജീവനക്കാരന്, അധ്യാപകന് പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉള്ളത്. അപ്പോ നമ്മൾ നന്നായിട്ട് ഈ തുക ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് നന്നായിട്ട് വളർന്നാൽ, നല്ല വളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആണ്, അങ്ങനെയുള്ള ഒരു സംഖ്യ തന്നെ നമുക്ക് റിട്ടയർമെന്റ് കാലത്ത് കിട്ടും. പക്ഷെ റിട്ടയർമെന്റ് കാലം 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിന്റെ മൂല്യം, ഇന്ന് കാണുന്ന പണത്തിന്റെ മൂല്യം ഒന്നും ആയിരിക്കില്ല അന്ന്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ 1 കോടിയും അന്നത്തെ 1 കോടിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ. പിന്നെ ഇതാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിടുത്തം എത്രയായി ടോട്ടല്? മിനിമം പിടുത്തം വെച്ചിട്ടാണെങ്കിൽ ഡിഡക്ഷൻസ് വെച്ചിട്ടാണ് 9,229 രൂപയാണ് ഡിഡക്ഷൻസ് വരുന്നത്. അത് ഗ്രോസ് സാലറിയിൽ നിന്ന് കുറച്ചാൽ നമുക്ക് നെറ്റ് എന്ന് പറയുന്നത് 40,255 രൂപ നമുക്ക് കയ്യിൽ കിട്ടും. ഒരു LP UP ടീച്ചറിന് സർവീസിൽ കയറി ഒരു വർഷത്തിനുള്ളിൽ ഉള്ള ഒരു സാലറി എന്ന് പറയുന്നത് 40,255 രൂപ കയ്യിൽ കിട്ടും. ഇത് നമ്മൾ PF 5,000 10,000 ഇട്ടാൽ വീണ്ടും ഇതിൽ നിന്ന് അത്ര കൂടി കുറയും. പക്ഷെ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ ആണെങ്കിൽ, എന്ത് കിട്ടാനോ സാറേ, എല്ലാം പിടുത്തവും കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതെല്ലാം തന്നെ ജീവനക്കാരുടെ സമ്പാദ്യവും ഇൻഷുറൻസുമാണ്. ആരോ പിടിച്ചോണ്ട് പോകുന്നു എന്ന രീതിയിലാണ് ജീവനക്കാരൊക്കെ പറയുക.
ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. ആ ജീവനക്കാരന് വേണ്ടിയിട്ടാണ് പ്രോവിഡന്റ് ഫണ്ട്, ആ ജീവനക്കാരന് വേണ്ടിയിട്ടാണ് SLI, ആ ജീവനക്കാരന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസെപ്പും അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയാണ്, NPS അദ്ദേഹത്തിന് ഭാവിയിൽ പെൻഷൻ കിട്ടാനാണ്. ഈ പറയുന്ന ഒരു ഡിഡക്ഷനും ആർക്കു വേണ്ടിയിട്ടുമല്ല, അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് എന്ന കാര്യമാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയാനുള്ള മറ്റൊന്ന്. അപ്പോ അത് കൂടാതെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാധാരണഗതിയിൽ ഈ LP UP ടീച്ചർമാരുടെ ഒരു അടുത്ത വർഷത്തെ ഒരു വർഷം എല്ലാ ജീവനക്കാർക്കും ഒരു വർഷം കഴിഞ്ഞാൽ ശമ്പള വർധനവുണ്ടാവും. അതിന് നമ്മൾ ഇൻക്രിമെന്റ് എന്നാണ് പറയുക. ആ ഇൻക്രിമെന്റ് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, ഓരോ ലെവലിനും വ്യത്യാസമുണ്ട്. ഇവിടെ LP UP ടീച്ചറിനുള്ള ഈ 35,600 ആദ്യ വർഷത്തെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 900 രൂപയാണ്. ആ ബേസിക് പേയിൽ 900 രൂപ കൂടും. അപ്പൊ ഇത് 36,000 എത്രയാവും? 36,500 രൂപയായി മാറും ഒരു വർഷം കൃത്യം കഴിയുമ്പോൾ. 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും 900 രൂപ കൂടും. അതിനനുസരിച്ച് ആ ബേസിക് പേയുടെ 35% ഒപ്പം വരും. അവിടെ HRAയും മാറും. അപ്പൊ ടോട്ടല് ആകെ മാറിക്കൊണ്ടിരിക്കും. ബേസിക് പേ കൂടുന്നതിനനുസരിച്ച് DA കൂടും, HRAയും കൂടും. അപ്പൊ ഇപ്പൊ 3 വർഷം കഴിയുമ്പോൾ ശരിക്കും 900 + 900 + 900 അവരുടെ ഈ ടീച്ചറിന്റെ ബേസിക് പേ 3 വർഷം കഴിയുമ്പോൾ 38,300 രൂപയാവും. ആ 38,300 രൂപ കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റ് വരുന്ന പിറ്റത്തെ കൊല്ലം 4ാമത്തെ വർഷം വരുന്നത് 1000 രൂപയാണ് ഇൻക്രിമെന്റ്. അങ്ങനെ ഈ പ്രൈമറിയിലുള്ള, LPയിലുള്ള, UPയിലുള്ള ടീച്ചർ കൃത്യമായി പറഞ്ഞാൽ 6 വർഷം കംപ്ലീറ്റ് ചെയ്താൽ, LP UP ടീച്ചർ 6 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഈ ടീച്ചറുടെ ബേസിക് പേ ഹൈസ്കൂൾ അധ്യാപകന്റെ തുടക്കത്തിന് തുല്യമാവും. ഹൈസ്കൂൾ അധ്യാപകരുടെ തുടക്ക ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോൾ 41,300 ആണ്. ഒരു ഹൈസ്കൂൾ അധ്യാപകൻ സർവീസിൽ കയറി ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നത്, അവരുടെ സ്കെയിൽ ഓഫ് പേ തുടങ്ങുന്നത് 41,300-ലാണ്. എന്നാൽ ഒരു LP UP ടീച്ചർ സർവീസിൽ കയറി 6 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവര് എവിടെ എത്തും? 41,300 രൂപയിലെത്തും. ഡെസ്റ്റിനേഷനിൽ മാറ്റമില്ല, പക്ഷെ ബേസിക് പേ രണ്ടുപേരുടെയും 6 വർഷം LP UP സ്കൂൾ ടീച്ചർ സർവീസ് ചെയ്യുമ്പോൾ അത് ഹൈസ്കൂളിലുള്ള ഒരു അധ്യാപകന് തുല്യമായ ബേസിക് പേക്ക് തുല്യമാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ പിന്നെ LP UP അധ്യാപകരുടെ ഒരു സാലറി എത്ര കയ്യിൽ കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. വെറുതെ നമ്മളിങ്ങനെ ഒരുപാട് LP UP സ്കൂളിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്നവരുണ്ട്, സർവീസിൽ കയറാൻ കാത്തിരിക്കുന്നവരുണ്ട്, അതേപോലെ പിന്നെ ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ട്, TTCക്ക് പഠിക്കുന്നവരുണ്ട്, DLEDന് പഠിക്കുന്ന കുട്ടികളുണ്ട്, അത് കഴിഞ്ഞവരുണ്ട്, ഇപ്പോ അടുത്ത പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇതൊക്കെ കൃത്യമായ കണക്കാണ് കേട്ടോ. വെറുതെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും ഒരു ഊഹം വെച്ചിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് മുഴുവനും. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ കണക്കുകൾ മാത്രമാണ്. എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ്, എസ്പെഷ്യലി എന്താ പറയുക, തൊഴിലന്വേഷകരും ജീവനക്കാരും ഒക്കെ ആയിട്ടുള്ള, തുടക്കക്കാരും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ കിട്ടാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സർവീസ് മാറ്റേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ, അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിന്നെ സാലറി എന്ന് പറയുന്നത് 2026 ഓഗസ്റ്റ് മാസമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റിലെ സാലറിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, 2026 ഓഗസ്റ്റ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ കൂടുതൽ ഇത് ഒരുപാട് സർവീസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പിന്നെ ഒന്നാണ് ഈ കേരള സർവീസ് റൂൾസ് ഒക്കെ തന്നെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളായിട്ടിടും. അത് നിങ്ങൾക്ക് സഹായകരമാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.